IAGM എക്കോ മിനിസ്ട്രീസ്. ഈ വീഡിയോ കാണുന്ന ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള അനവധി വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം IAGM എക്കോ എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഇന്ന് ആത്മീയ ഗോളത്തിലും ക്രിസ്തീയ ഗോളത്തിലും നിലനിൽക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു രഹസ്യമായി വന്ന് സഭയെ എടുത്തതിന് ശേഷം ഈ ഭൂമിയിൽ എതിർക്രിസ്തുവിന്റെ 7 വർഷ ഭരണം സംഭവിക്കും എന്ന് ഒരു കൂട്ടർ. വേറൊരു വിഭാഗക്കാർ സഭ മഹോത്സവ കാലത്തിൽ അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ കാലത്ത് പ്രവേശിക്കും എന്നും രണ്ട് പ്രധാന ഉപദേശങ്ങൾ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള പല വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവായി ശ്രമിച്ചാൽ തിരുവചനങ്ങൾ വായിച്ച് വ്യക്തമായി ഗ്രഹിക്കുമ്പോൾ സഭ എതിർക്രിസ്തുവിന്റെ മഹോപദ്രവ കാലത്തിൽ പ്രവേശിക്കും എന്നുള്ളത് തിരുവചന അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സഭ മഹോത്തര കാലത്തിൽ പ്രവേശിക്കും എന്നതിനെ തെളിയിച്ച് ആ വീഡിയോ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ട പലർക്കും, പ്രത്യേക ആത്മീക വിശ്വാസികൾക്കും ക്രിസ്തീയ ഗോളത്തിനിടയിൽ അങ്ങനെ സഭ മഹോത്തര കാലത്തിൽ എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തിൽ പ്രവേശിക്കുമെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം എന്ത് ചെയ്യണം? ഇത് ഒട്ടേറെ വിശ്വാസികളുടെ ഹൃദയങ്ങളിലും പ്രത്യേകിച്ച് ദൈവദാസന്മാരുടെ ഹൃദയത്തിലും ഉയർന്നു വരുന്ന ഒരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് വ്യക്തത വരുത്തേണ്ടത് വളരെ നിർബന്ധമായ കാര്യമാണ്. സഭ മഹോത്തര കാലത്തിൽ പ്രവേശിക്കുമെങ്കിൽ അതിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ നാം എന്ത് ചെയ്യണം? നല്ലൊരു ചോദ്യമാണ്. പലരുടെയും ഹൃദയത്തിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം തീർച്ചയായും തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. മഹോത്തര കാലത്തിൽ സഭ പ്രവേശിക്കുമെങ്കിൽ അതിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ നാം എന്ത് ചെയ്യണം എന്നതിനെ നാം മനസ്സിലാക്കുന്നതിന് മുൻപ് മഹോത്തര കാലത്തിൽ സംഭവിക്കുന്ന 2 സംഭവ വികാസങ്ങളെ നാം ആദ്യം മനസ്സിലാക്കേണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നീടത്തേതിൽ നമുക്ക് തെറ്റി ഒഴിയാനുള്ള മാർഗം എന്താണെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എതിർക്രിസ്തുവിന്റെ കാലത്ത് അല്ലെങ്കിൽ മഹോത്തര കാലത്ത് ഈ ഭൂമിയിൽ 2 പേരുടെ ക്രോധം വെളിപ്പെടും. ഒന്ന്, ദൈവത്തിന്റെ കോപം ഈ ഭൂമിയിൽ വെളിപ്പെടും. 2, എതിർക്രിസ്തുവിന്റെ കോപവും ഈ ഭൂമിയിൽ വെളിപ്പെടും. അപ്പൊ ഈ 2 പേരുടെ കോപവും ആരുടെ മേലാണ്? ഒന്ന്, ദൈവത്തിന്റെ കോപം ദൈവസഭയുടെ മേലല്ല, ദൈവമക്കളുടെ മേലല്ല, മറിച്ച് ദൈവത്തിന്റെ കോപം എതിർക്രിസ്തുവിന്റെ മേലും അവന്റെ സിംഹാസനത്തിന് മേലുമാണ് വെളിപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവിൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ച്, അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. തുടർന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ 10-ാം വാക്യത്തിൽ, 5-മത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്റെ മേൽ ഒഴിച്ച്, അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി.
ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 10 വരയ്ക്കും ആ അധ്യായം മൊത്തം വായിച്ചു വരുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രോധകലശത്തിന്റെ 1-ാം കലശം മൃഗത്തിന്റെ മുദ്രയേറ്റവർ അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്ന മനുഷ്യരുടെ മേൽ വെളിപ്പെട്ടു. 10-ാം വാക്യത്തിൽ എതിർ ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി, ദൈവത്തിന്റെ ക്രോധം വെളിപ്പെട്ടു. ദൈവത്തിന്റെ കോപം സഭയുടെ മേലല്ല, ദൈവത്തിന്റെ കോപം എതിർ ക്രിസ്തുവിന് മേലും അവന്റെ സിംഹാസനത്തിന്റെ മേലും അവന്റെ ഭരണത്തിന് മേലും അവനെ അനുഗമിച്ച് അവനെ മുദ്രയേൽക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കോപം വെളിപ്പെടും. എന്നാൽ ദൈവകോപം സഭ ഏൽക്കേണ്ടി വരികയില്ല. എന്നാൽ സഭയുടെ മേൽ ആരുടെ കോപം വെളിപ്പെടും എന്ന് ചോദിച്ചാൽ എതിർ ക്രിസ്തുവിന്റെ ക്രോധം സഭയുടെ മേൽ വെളിപ്പെടും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 7-ാം വാക്യം 10-ാം വാക്യവും വായിച്ചാൽ, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അപ്പോൾ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനുള്ള അധികാരം എതിർ ക്രിസ്തുവിന് ആ അധികാരം കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധന്മാരോട് അവൻ യുദ്ധം ചെയ്യും. 10-ാം വാക്യം വായിക്കുമ്പോൾ, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കണ്ടു കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ കോപം സഭയുടെ മേൽ വെളിപ്പെടുമ്പോൾ വിശുദ്ധന്മാർ നിലനിൽക്കുവാൻ, ദൈവകൃപയിൽ നിലനിൽക്കുവാൻ വേണ്ടിയും അവരെ മുദ്ര ഏൽക്കാതിരിക്കാൻ വേണ്ടിയും സഹിഷ്ണുതയോട് ക്രിസ്തുവിനുള്ള വിശ്വാസം അവർ കാത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കോപം സഭയുടെ മേലല്ല, മറിച്ച് എതിർ ക്രിസ്തുവിന് മേലും അവന്റെ ഭരണകൂടത്തിന് മേലും അവന്റെ പ്രതിമ നമസ്കരിച്ച് അവനെ അനുഗമിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകോപം വെളിപ്പെടുന്നു. നേരെ മറിച്ച് എതിർ ക്രിസ്തുവിന്റെ കോപം ബുദ്ധന്മാരുടെ മേൽ എതിർ ക്രിസ്തുവിന്റെ കോപം വെളിപ്പെടും. ഇത് രണ്ടെയും വ്യക്തമാക്കിയാലേ ഈ ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്ത്, ഈ മഹോത്തര കാലത്ത് സഭയിലുള്ള വിശുദ്ധന്മാർ, ദൈവമക്കൾ, വിശ്വാസികൾ 3 ഭാഗമായി കാണാൻ കഴിയും. ഒന്ന്, അനേക ദൈവമക്കൾ, വിശ്വാസികൾ, ദൈവദാസന്മാർ സ്വാഭാവിക മരണം കൈവരിക്കപ്പെടും. സ്വാഭാവിക മരണം കൈവരിക്കപ്പെടുന്നവർ അവർ പിന്നീടത്തതിൽ എതിർ ക്രിസ്തുവിന്റെ ക്രോധം അവർക്ക് ഏൽക്കേണ്ടി വരുന്നില്ല. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. ഈ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 2 കൊയ്ത്തിനെ കുറിച്ച് നമുക്ക് കാണാം. ഒന്ന്, നിലത്തിലെ വിളവിന്റെ കൊയ്ത്ത്. 2, മുന്തിരിങ്ങ കൊയ്ത്ത്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഈ വിളവിന്റെ കൊയ്ത്ത് ചെയ്യുവാൻ അരിവാൾ കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ കുറിച്ച് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മേഘത്തിന്മേൽ ഇരിക്കുന്ന കർത്താവാണ്. ആ കർത്താവിന്റെ കയ്യിൽ ഒരു അരിവാൾ ഇരിക്കുക. ആ അരിവാളിനെ നീട്ടി ഭൂമിയിലെ വിളവിനെ കൊയ്തെടുക്കുവാൻ വേണ്ടി ഒരു ദൂതൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ മേഘത്തിന്മേൽ ഇരിക്കുന്നത്
ക്രിസ്തേസു തന്നെ എന്നുള്ളത്, അല്ല മനുഷ്യപുത്രൻ തന്നെ എന്നുള്ളത് സംശയമില്ല. അപ്പൊ ഈ വിളവ് കൊയ്തെടുക്കുക എന്നുള്ളത് അങ്ങ് ഭൂമിയിലിരിക്കുന്ന അനേക വിശുദ്ധന്മാർ സ്വാഭാവിക മരണം കൈവരിക്കും എന്നുള്ളത് സത്യമാണ്. ഈ അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ അർത്തെടുക്കുക എന്നുള്ളത് സങ്കീർത്തനം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 90-ാം സങ്കീർത്തനം അതിന്റെ 5-6 വാക്യങ്ങളിൽ, നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവരെ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകും, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. അപ്പോൾ ഈ അരിഞ്ഞ് വാടിപ്പോകുന്നു, അരിയുക അല്ലെങ്കിൽ കൊയ്യുക എന്നുള്ളത് സ്വാഭാവിക മരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ക്രിസ്തുവിന്റെ കാലഘട്ടത്ത് ഉള്ള ദൈവസഭയിലുള്ളവർ ഒരു കൂട്ടം അവർ സ്വാഭാവിക മരണത്തിലൂടെ ദൈവസന്നിധിയിൽ എത്തുന്നു. ഇനി രണ്ടാമത്തെ വേറൊരു കൂട്ടം ഇരിക്കുന്നു. ഈ കൂട്ടർ രക്തസാക്ഷികളായി മാറ്റപ്പെടേണ്ടവർ. ഈ രക്തസാക്ഷികളായി മാറ്റപ്പെടേണ്ട ഒരു ഗണം, ഒരു കൂട്ടമുണ്ട്. അതിൽ ഒരു ലിസ്റ്റ് ഉണ്ട് ദൈവത്തിന്റെ കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ ആരൊക്കെയും രക്തസാക്ഷിയായി മരിക്കണം എന്നുള്ള ഒരു ലിസ്റ്റ് ദൈവത്തിന്റെ കരത്തിൽ ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരം എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്ത് ആയിരിക്കുന്ന ദൈവസഭയിൽ ഉൾപ്പെട്ട അനേകർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി മരിക്കും. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എല്ലാവരും, അത് വിശ്വാസിയായിരുന്നാലും ദൈവദാസന്മാരായിരുന്നാലും അവിശ്വാസികളിൽ അന്ന് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി ധീരസാക്ഷ്യം വഹിച്ച് നിലനിൽക്കുന്നവരായിരുന്നാലും അവർ രക്തസാക്ഷികളായി മരിക്കും. അത് ദൈവത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ, അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ള നിലയങ്കി കൊടുത്ത് അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം അവർ വിശ്രമിപ്പാൻ വേണ്ടി അനുവാദം കൊടുക്കുക. രക്തസാക്ഷികളായി മരിച്ച എല്ലാവരുടെയും ആത്മാവും സ്വർഗത്തിൽ യാഗപീഠത്തിന്റെ കീഴിൽ അവർ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. എന്തുകൊണ്ട് നാഥ ഞങ്ങളുടെ രക്തത്തിനു വേണ്ടി പ്രതികാരം ചെയ്യാത്തത്? ഉടൻ തന്നെ അവിടെ ദൈവം പറയുകയാണ്, നിങ്ങളെപ്പോലെ രക്തസാക്ഷികളായി മരിക്കാൻ പോകുന്നവരുടെ പൂർണ്ണസംഖ്യ തികയുവോളം നിങ്ങൾ അല്പം വിശ്രമിക്കണം. അപ്പോൾ രക്തസാക്ഷികൾ ആരൊക്കെയാകണം എന്ന് ദൈവത്തിന്റെ പുസ്തകത്തിൽ ദൈവം നിയമിച്ചിട്ടുണ്ടോ? അത് പ്രീ ഡെസ്റ്റിനേറ്റഡ് എന്നാണ്. മുൻ നിയമിക്കപ്പെട്ടതുണ്ടോ? അവരെല്ലാവരും എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്ത് രക്തസാക്ഷികളായി മരിക്കും. അതന്നു മാത്രമല്ല, ഹാബേൽ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വിശുദ്ധന്മാരും വിശ്വാസികളും ദൈവഭക്തന്മാരും ഇന്നുപോലും രക്തസാക്ഷിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. അതിൽ എതിർ ക്രിസ്തുവിന്റെ കാലത്തിലും ആ രക്തസാക്ഷി ഗണത്തിൽ പേരെഴുതപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അങ്ങനെ രക്തസാക്ഷികളായി മരിക്കണം എന്ന് ദൈവത്താൽ മുൻകുറിക്കപ്പെട്ട എല്ലാ വിശ്വാസികളായിരുന്നാലും ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന് വചനത്തെ വിശ്വസിച്ച് ആ ക്ഷണത്തിൽ കർത്താവിനെ സ്വീകരിച്ചവരായിരുന്നാലും എതിർ ക്രിസ്തുവിനാൽ അവർ രക്തസാക്ഷികളായി മാറും. ഒരു സംശയവുമില്ല. അപ്പൊ രണ്ടാമത്തെ ഗണം രക്തസാക്ഷികളായി മാറുന്ന ഒരു കൂട്ടം. അതിനെക്കുറിച്ച് മത്തായി സുവിശേഷം 24-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവും പറഞ്ഞിരിക്കുകയാണ്, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ശ്രദ്ധിക്കണമേ, ഇത് മറ്റുള്ള അപ്പോസ്തലന്മാർ പറഞ്ഞതല്ല.
യേശു തന്നെ പറഞ്ഞതാണ് അന്ന് എന്ന്. എതിർ ക്രിസ്തുവിന്റെ കാലത്ത് അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ഇത് രക്തസാക്ഷി മരണത്തെ കുറിച്ചാണ് യേശു ക്രിസ്തു പറയുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ച് സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അപ്പോൾ എതിർ ക്രിസ്തു വിശുദ്ധന്മാരോട്, ദൈവസഭയോട്, ദൈവമക്കളോട്, യേശുവിനെ വിശ്വസിച്ച് സാക്ഷ്യം വഹിക്കുന്നവരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുമെന്ന് പറഞ്ഞാൽ അവരെ കൊന്നുകളയും, രക്തസാക്ഷികളാക്കും. ഇനി 15-ാമത്തെ വാക്യം, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊന്നുകളയും. അപ്പോൾ രക്തസാക്ഷി മരണത്തിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, മുൻനിയമിക്കപ്പെട്ടിരിക്കുന്ന സകല വിശ്വാസികളും സകല വിശുദ്ധന്മാരും അന്ന് രക്തസാക്ഷികളായി മരിക്കുക തന്നെ ചെയ്യും. സഭാ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ ഇന്ന് വരയ്ക്കും അനേക ദൈവമക്കൾ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി ധൈര്യത്തോടുകൂടി മരിക്കുവാൻ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തവരുണ്ട്, ഇന്നും കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒന്ന്, സ്വാഭാവിക മരണം കൈവരിക്കുന്നവർ, കർത്താവ് അരിഞ്ഞു മാറ്റും. 2, രക്തസാക്ഷി മരണത്താൽ മാറ്റപ്പെടുവാൻ ദൈവം മുൻനിയമിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും രക്തസാക്ഷികളായി മരിക്കും. പിന്നീടത്തതിൽ ശേഷിക്കുന്ന ഒരു കൂട്ടം മരിക്കും. 3-ാമത്തെ കൂട്ടം യേശുക്രിസ്തുവിന്റെ വരവിൽ കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ മരിക്കാതെ ജീവനോട് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുവാൻ ദൈവം മുൻ നിയമിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അവർ മരിക്കുകയില്ല. അവരെ കൊല്ലുവാൻ വേണ്ടി എതിർ ക്രിസ്തു പരിശ്രമിച്ചാൽ ദൈവം കൊടുക്കുകയുമില്ല. ആ ദൈവമക്കളെ ദൈവം സൂക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ഉം 17-ഉം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതയുടെ സദ്ഭത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്ത് സ്വാഭാവികമരണം കൈവരിക്കാതെയും രക്തസാക്ഷികളായി മരിക്കാതെയും വീണ്ടും ശേഷിച്ചിരിക്കുന്ന 3-ാമത്തെ ഭാഗം യേശുക്രിസ്തുവിന്റെ വരവിൽ മരിക്കാതെ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കൂട്ടമുണ്ട്. അവർ മരിക്കുകയില്ല. അവരെ രക്തസാക്ഷിയാക്കുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. മഹോത്തരകാലത്ത് എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ ദൈവം അവരെ ഏൽപ്പിക്കുന്നില്ല. ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. അങ്ങനെ വല്ലതും തെളിവുള്ളതുണ്ടോ എന്നൊരു ചോദ്യം കൂടെ വരും. ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണാം. ഒന്നാമത്തത്, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ പാർത്തിരിക്കുമ്പോൾ അവരെ വിടുവിക്കേണ്ടതായ കാലഘട്ടം വന്നപ്പോൾ ദൈവം ഇസ്രായേലിന്റെ മേൽ 10 ബാധകൾ അയക്കുക. അതേ ഇസ്രായേലിൽ താമസിച്ചു കൊണ്ടിരുന്ന വിടുവിക്കപ്പെടേണ്ട ഇസ്രായേൽ ജനത്തിന് മേൽ 10 ബാധകളിൽ ഒരു ബാധയും ഏൽക്കാതെ അവരെ അത്ഭുതകരമായി കാത്തു സൂക്ഷിച്ചു. 2, നോഹയുടെ കാലഘട്ടത്ത്
ദൈവത്തിന്റെ ന്യായവിധി മുകളിൽ നിന്ന് ജലപ്രളയമായി വെളിപ്പെടുന്നു. ഭൂമിയുടെ അധോഭാഗത്തിൽ നിന്ന് വെള്ളം ന്യായവിധിയായി വെളിപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ ന്യായവിധി മുകളിൽ നിന്നും താഴെ നിന്നും ഉയർന്നു വന്നപ്പോഴും യഹോവയിൽ ആശ്രയിച്ച നോഹിയും കുടുംബത്തെയും ദൈവം ഭദ്രമായി സൂക്ഷിച്ചു. 3, ദാനിയേൽ പുസ്തകത്തിൽ ശദ്രക്, മേശക്, ആബേദ്നെഗോ എന്ന ദൈവഭക്തന്മാരെ തീയിലിട്ടിട്ടും ബന്ധുപോകാതെ അവരെ ദൈവം അത്ഭുതകരമായി സൂക്ഷിച്ചു. ഇതുപോലെ കാലാകാലങ്ങളിൽ അനേക ദൈവമക്കളെ ഉപദ്രവത്തിന്റെ ഗുഹയിൽ നിന്ന് ദൈവം രക്ഷിച്ച് വിടുവിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ മരിക്കാതെ ഇരുന്ന് രൂപാന്തരപ്പെടണം എന്ന് ദൈവത്താൽ മുൻകുറിക്കപ്പെട്ട ദൈവമക്കൾ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ മരിക്കുകയില്ല. അവരെ ദൈവം യേശുക്രിസ്തുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയുമില്ല. സ്വർഗത്തിലെ ദൈവം അവരെ സൂക്ഷിക്കും എന്നുള്ളത് യാഥാർത്ഥ്യതയാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ കാലത്ത് സഭയുടെ നിലവാരം 3 നിലയിലായിരിക്കുകയാണ്. 1, സ്വാഭാവിക മരണത്താൽ മരിക്കുന്നവർ. 2, രക്തസാക്ഷികളായി മരിക്കണം എന്ന് ദൈവത്താൽ മുൻ നിയമിക്കപ്പെട്ടവർ, അവർ മരിക്കും. 3, കർത്താവിന്റെ വരവിൽ മരിക്കാതെ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടണം എന്ന് മുൻ നിയമിക്കപ്പെട്ടവർ, തീർച്ചയായും അവർ മരിക്കുകയില്ല. ഈ അവസരത്തിൽ അന്നിരിക്കുന്ന ജനം പ്രധാനമായി 2 വിഭാഗക്കാരായി കാണപ്പെടും. അത് സഭയിലായിരുന്നാലും ലോകത്തിലായിരുന്നാലും ലോകജനമായിരുന്നാലും വിശ്വാസജനമായ ക്രിസ്ത്യാനികളായിരുന്നാലും അന്നത്തെ ജനം 2 കാറ്റഗറി, 2 രീതിയിൽ 2 നിലവാരമുള്ളവരായിരിക്കും. ഒന്നാമത്തെ നിലവാരമുള്ളവർ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു കൂട്ടം. യേശുക്രിസ്തുവിന്റെ കാലത്ത് യേശുക്രിസ്തു വേണ്ട എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയും അവന്റെ ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങുകയും മാത്രമല്ല അവന്റെ ഉപദ്രവത്തെ സഹിക്കാൻ കഴിയുകയില്ല എന്നുള്ള ചിന്ത ഉള്ളവർ യേശുക്രിസ്തുവിനെ അവർ അനുഗമിച്ചു പോകും. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കും. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആരും ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പോൾ കർത്താവിന്റെ വരവിന് മുൻപ് വിശ്വാസത്യാഗം സംഭവിക്കും. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ പോലും യേശുക്രിസ്തുവിനെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് അവന്റെ നേട്ടങ്ങളെ ജീവിതത്തിൽ പ്രാപിപ്പാൻ വേണ്ടിയും ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയും യേശുക്രിസ്തു വേണ്ട എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ വിശ്വാസത്തെ ത്യജിച്ചു കളയും, വിട്ടുകളയും. യേശുവിനെ അനുഗമിച്ച അനേകർ യേശുക്രിസ്തുവിനെ അനുഗമിപ്പാനിടയായിത്തീരും. അതിന്റെ പേരാണ് വിശ്വാസ ത്യാഗം. അതിനെക്കുറിച്ച് മത്തായി സുവിശേഷം 24-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശുക്രിസ്തുവും പറയുകയാണ്, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. പലരും ഇടറിപ്പോകും. യേശുക്രിസ്തുവിന്റെ ഉപദ്രവം കഷ്ടതയും നിരക്കവും പ്രയാസവും വന്നപ്പോൾ അവൻ ഇടറിപ്പോകുമെന്നാണ് യേശു അതിനെ കുറിച്ച് പറയുന്നത്. ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ
വാങ്ങുവാൻ വേണ്ടിയും അനേകർ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയും. അത് ഇന്നും സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 36 മുതൽ 39 വരയ്ക്കുമുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ, രാജാവ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവർ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങൾ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുമ്പോൾ അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കിയാൽ തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീയുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവന്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവൻ ഒരു അന്യ ദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങൾമേൽ ആക്കി വയ്ക്കും. അവനെ സ്വീകരിക്കുന്നവന്, ശ്രദ്ധിക്കണം 39-ാം വാക്യത്തിൽ, അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. അപ്പൊ എതിർ ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനെ മുദ്ര ധരിച്ച് അവനെ അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും, വളരെ ബഹുമാനവും നന്മയൊക്കെ ചെയ്യും. 2, അവൻ അവരെ പലർക്കും അധിപതികളാക്കും, എന്നുവെച്ചാൽ വലിയ മേലുദ്യോഗസ്ഥന്മാരാക്കും. 3, പലർക്കും രാജ്യത്തെ വിഭാഗിച്ചു കൊടുക്കും. ഇത്രയും ഇന്ന് കിട്ടിയാൽ എന്തായിരിക്കും? അപ്പൊ ഈ 3 കാര്യങ്ങളും കാണുമ്പോൾ പലരും അവന്റെ ഉപദ്രവത്തെ സഹിപ്പാൻ കഴിയാതെ അനേകർ യേശുക്രിസ്തുവിനെ ത്യജിച്ച് വിശ്വാസത്യാഗം സംഭവിച്ച് എതിർ ക്രിസ്തു മുദ്ര ധരിച്ച് അവൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവനെ അനുഗമിക്കും. ഇന്നും അത് സംഭവിക്കുന്നു. ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങാൻ വേണ്ടി വിശ്വാസികളായിരിക്കുന്നവർ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നവർ, അഭിഷേകം പ്രാപിച്ചെന്ന് പറയുന്നവർ, സഭയിലെ സാക്ഷ്യം പറയുന്നവർ അനേക രഹസ്യമായി തങ്ങളുടെ പേരുകളെ മറ്റുള്ള മതങ്ങൾക്ക് അടിമയാക്കി അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഗവൺമെന്റ് ആനുകൂല്യങ്ങളെ പ്രാപിക്കുന്ന അനേകർ ഇന്നും ഉണ്ട്. രഹസ്യമായി നടക്കുന്നതുകൊണ്ട്, പരസ്യമായി നടക്കുന്നതുകൊണ്ട് ഇതിന്റെ പേര് വിശ്വാസത്യാഗം എന്നാണ്. അവരെക്കുറിച്ചുള്ള വിധി കർത്താവ് തന്നെ ചെയ്യും. അപ്പൊ ഇന്ന് തന്നെ സംഭവിക്കുക. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ കാലത്തിലെ ഉപദ്രവവും കഷ്ടതയും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഈ ആനുകൂല്യ വാഗ്ദത്തങ്ങളും ബഹുമാനങ്ങളും ഉദ്യോഗവും കിട്ടുമ്പോൾ എത്ര പേർ പോകാതിരിക്കും? അനേക വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഞാൻ ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അല്പം ഒന്ന് ഞാൻ വിശദീകരിച്ചു. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ധീരസാക്ഷ്യം വഹിച്ച് നിലനിൽപ്പാൻ, ഒരുപക്ഷേ എങ്കിൽ രക്തസാക്ഷ്യം മരിക്കേണ്ട രംഗം വന്നാൽ പോലും ക്രിസ്തുവിന് വേണ്ടി എത്ര പേർ നിലനിൽക്കും എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ചില വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാണ്. ഒരു സഹോദരൻ എഴുന്നേറ്റ് പറഞ്ഞ്, സാർ, എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്ത് മുദ്രയേൽക്കാൻ പറഞ്ഞാൽ ഞാൻ തന്നെ ആദ്യം മുദ്രയേൽക്കും. ബൈബിൾ സ്കൂൾ 3 വർഷം BTH പഠനം പഠിക്കാൻ വേണ്ടി കടന്നു വന്നവൻ ദൈവവേല ചെയ്യണമെന്ന് സമർപ്പിച്ചു വന്ന ഒരു പയ്യന്റെ അതിരത്തിൽ നിന്ന് വിടുന്ന വാക്കാണ്, എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് മുദ്രയേൽക്കേണ്ടി വന്നാൽ ആദ്യം ഞാൻ തന്നെ ഏൽക്കും. എനിക്ക് വളരെ ദുഃഖമുണ്ടെങ്കിലും ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? അത് കുറച്ചു നാൾ കഴിയുമ്പോൾ ഞാൻ വിവാഹമാകും,
ഭാര്യയുണ്ട്, പീഠത്തിൽ മക്കൾ വരും, മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഇത്രമാത്രം കാഠിന്യ അനുഭവങ്ങളെ അനുഭവിപ്പാനും ഈ ഭാര്യയും മക്കളെയും പരിപാലിക്കുവാനും അന്ന് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ മുദ്രയേൽക്കേണ്ടി വന്നാൽ ഞാൻ തന്നെ ആദ്യം മുദ്രയേൽക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ഈ ബൈബിൾ സ്കൂൾ വന്നത്? അതിന് മാത്രം അവന് ഉത്തരമില്ല. അപ്പോൾ അനേകർ ഇതുപോലെ ആ നരകത്തിന്റെ ഉപദ്രവത്തിന്റെ കാലഘട്ടം കടന്നു വരുമ്പോൾ അനേകർ കർത്താവിനെ തള്ളിപ്പറയും. പത്രോസിന് ഉപദ്രവം വന്നപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിക്കളഞ്ഞു. ഈ ശബ്ദം കേൾക്കുന്നവർ, ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവർ, ഈ ഭൂമിയുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, ഭൂമിയിലെ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി, ഭൂമിയിലെ നന്മകൾക്ക് വേണ്ടി ക്രിസ്ത്യാനി എന്നുള്ള, വിശ്വാസി എന്നുള്ള ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച അനുഭവത്തെ ത്യജിച്ച് കർത്താവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയായിരുന്നാൽ ഒരു കാര്യം ഓർക്കുക, ന്യായവിധിക്കായി എന്റെ കർത്താവ് വരുന്നുണ്ട്, നരകവിധിക്കായി കർത്താവ് വരുന്നുണ്ട്. യേശുവിനെ തള്ളിപ്പറയുന്ന ഒരുത്തരുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. നിത്യജീവൻ നഷ്ടമാണ്. നിത്യകാലമായി നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്നതിനേക്കാൾ ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ലക്ഷോപലക്ഷ കോടാനുകോടി വിശുദ്ധന്മാർ ക്രിസ്തുവിന് വേണ്ടി ധീരസാക്ഷ്യം വഹിച്ച് രക്തസാക്ഷികളെ മരിച്ചവരും ഉപദ്രവത്തെ സഹിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അന്ത്യം വരയ്ക്കും ജീവിച്ച് വിശ്വാസ ഓട്ടം അവസാനിപ്പിച്ചവരുമായ ദൈവമക്കളുടെ കൂട്ടത്തിൽ നാമമാകുവാൻ ഇടയാകും. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം വിശ്വാസത്യാഗം സംഭവിക്കുന്നവർ. അതിൽ വിശ്വാസികളും കാണപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈവൻ ദൈവദാസന്മാരിൽ ചിലരും അങ്ങനെ ആകുവാൻ ചാൻസ് ഉണ്ട്. അനേകർ വൈരാഗ്യത്തോട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ എതിർ ക്രിസ്തുവിന്റെ ഉപദ്രവത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ സഹിക്കാൻ വയ്യാതെ അവർ യേശുവിനെ പറയേണ്ടി വരും. വിശ്വാസത്യാഗം സംഭവിക്കും. അപ്പൊ ഒന്ന്, വിശ്വാസത്യാഗം. അനേകർ യേശുവിനെ തള്ളിപ്പറയും. അവരുടെ ജീവിതം രക്ഷയില്ല. അന്ത്യ ന്യായവിധി, അന്ത്യ നരകവിധി. അതുകൊണ്ട് ഇതുവരയ്ക്കും എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ തള്ളിപ്പറഞ്ഞ് ലോകാദായത്തിനു വേണ്ടി ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ വിശ്വാസയാഗം നിന്റെ ജീവിതം സംഭവിച്ചു കഴിഞ്ഞു. വരുന്ന ന്യായവിധിയിലും നിത്യ നരകവിധിയിലും നീ പോകാതിരിപ്പാൻ നീ വീണ്ടും മടങ്ങി പത്രോസിനെ പോലെ മടങ്ങി വന്നാൽ കർത്താവിനെ രക്ഷിക്കുക മാത്രമല്ല നിത്യജീവന് വേണ്ടി അവൻ തന്നെ വരികയും ചെയ്യും. ഇനി ആ കാറ്റഗറിയിൽ, ആ വിഭാഗത്തിൽ രണ്ടാമത്തെ വിഭാഗം ക്രിസ്തുവിൽ ഇരിക്കുന്നവർ. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ വരവിൽ കാഹളനാദം കേൾക്കുമ്പോൾ മരിക്കാതെ ശേഷിച്ച് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുവാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം. ഈ കൂട്ടത്താർ എന്ത് ചെയ്യണം? യതിക്രിസ്തു കാലഘട്ടത്ത് നേരത്തെ കൊയ്ത്തിലൂടെ സ്വാഭാവിക മരണം കൈവരിക്കുന്നവർ, രണ്ട് രക്തസാക്ഷിയായി മരിക്കണമെന്ന് ദൈവം മുൻകുറിക്കപ്പെട്ടവർ രക്തസാക്ഷികളായി മരിക്കും. മൂന്ന്, അനേകർ യേശുവിനെ തള്ളിപ്പറഞ്ഞ് വിശ്വാസത്യാഗം സംഭവിക്കും. എന്നാൽ ഒരു കൂട്ടം കർത്താവിന്റെ വരവിന് വേണ്ടി അവർ ഒരുക്കപ്പെടും. അപ്പൊ അന്ന് അങ്ങനെ ആയിരിക്കുന്ന ദൈവജനം ഈ മഹോത്തരകാലത്ത് നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ ചോദ്യം. ഈ മഹോത്തരകാലത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേറൊരു മാർഗവും ഇല്ല.
എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ് മഹോത്തരകാലത്തിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുക? ഒന്ന്, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വാക്യം പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 34 വാക്യം തൊട്ട് താഴോട്ട് വായിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അപ്പൊ കർത്താവിന്റെ വരവും അതിനു മുൻപ് എതിർ ക്രിസ്തുവിന്റെ വരവും, ഈ എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ, ആ നാളുകൾ ദൈവജനത്തിന് മേൽ കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് കർത്താവ് മുന്നറിയിപ്പ് തരുന്നത്. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും, നിശ്ചിത സ്ഥലത്തിൽ മാത്രമല്ല, ലോകമാകമാനം അത് വരും എന്നാണ്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും, ചോദ്യം അതാണ്, എതിർ ക്രിസ്തുവിന്റെ കാലത്ത് തെറ്റി ഒഴിവാൻ നാം എന്ത് ചെയ്യണം? അപ്പോൾ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, സദാകാലവും ഉണർന്നിരിക്കണം. ഇപ്പോഴും ഉണർന്നിരിക്കണം. പ്രത്യേകാല എതിർ ക്രിസ്തുവിന്റെ കാലത്തും ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് പുത്തരിയല്ല. കർത്താവിന്റെ വരൻ വേണ്ടി നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കുക. രണ്ട്, പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അപ്പോൾ ഇതിൽ നിന്ന് തെറ്റി ഒഴിയാനുള്ള ഒന്നാമത്തെ മാർഗം യേശുവിനെ തള്ളിപ്പറയാതെ കർത്താവിന് വേണ്ടി ജീവിപ്പാനും വിശ്വാസം കാത്തുകൊള്ളുവാനും വരന് വേണ്ടി ഒരുക്കപ്പെടുവാനും എതിർ ക്രിസ്തുവിന്റെ കാലത്ത് വരുന്ന എല്ലാ ഉപദ്രവങ്ങളെ സഹിപ്പാനും ഉള്ള കൃപ പ്രാപിക്കേണ്ടതിന് കർത്താവ് പറയുകയാണ്, ഒന്ന്, ജാഗ്രതയോട് ഉണർന്നിരിക്കണം. രണ്ട്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് നഗൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ ഉണ്ട്. ആ വാക്യം വരവിനോടുള്ള ബന്ധത്തിൽ അല്ല എങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ അരം മുറുക്കിക്കൊള്ളുക, നിന്റെ ബലം ശക്തീകരിക്കുക, കാരണം സംഹാരകൻ നിന്റെ നേരെ കടന്നു വരുന്നു എന്നാണ് അവിടെ എഴുതിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സംഹാരകനായ എതിർ ക്രിസ്തു അവൻ കടന്നു വരുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ അരമുറുക്കി ദൃഢധൈര്യത്തോട് യേശുവിനെ തള്ളിപ്പറയാതെ വിശ്വാസത്യാഗം സംഭവിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ധീര പോരാളിയായി ധീരസാക്ഷിയായി നിലനിൽക്കേണ്ടതിന് നിന്റെ ശക്തിയെ കൂട്ടേണം. യഹോവയ്ക്ക് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതിനാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സദാ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് തെറ്റിയൊഴിയാനുള്ള ഏകമാർഗം യേശു പറഞ്ഞത്, സദാകാലത്തും ജാഗ്രതയോടിരിക്കണം, സൂക്ഷ്മതയോടായിരിക്കണം, കാലങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥനയുടെ ശക്തി അവന്റെ വരന് വേണ്ടി ഒരുങ്ങുവാനും എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലുള്ള പ്രതികൂലങ്ങളെ ജയിപ്പാനും ഉപദ്രവങ്ങളെ ജയിപ്പാനുമുള്ള ആത്മാവിന്റെ ബലം നമുക്ക് ഉണ്ടാകണം. അതിന് ഒരു ചെറിയ ഉദാഹരണം പറയാം. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമ്പോൾ ഒരു സ്ത്രീയുടെ മുൻപിൽ ഭീരുത്വമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അവൻ ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് അടുത്തു വന്നപ്പോൾ കർത്താവ് അവനെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. അവസാനം അദ്ദേഹം രക്തസാക്ഷിയായി മാറുന്ന സമയത്ത് അവൻ ദൃഢധൈര്യത്തോടുകൂടെ നിന്നുകൊണ്ട് പറയുകയാണ്,
റോമ പടവീരന്മാരോട് പറയുകയാണ്, യേശു ക്രിസ്തുവിന്, എന്റെ ഗുരുനാഥന് ക്രൂസിൽ നേരെ വച്ചാണ് ക്രൂശിച്ചത്. അതുപോലെ ഞാൻ മരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് തലകീഴായിട്ട് ക്രൂശിച്ച് കൊല്ലണം എന്ന് അവൻ അഭ്യർത്ഥിച്ചതിന് അനുസരിച്ച് അവനെ ക്രൂശ് തലകീഴായി തറച്ച് രക്തസാക്ഷിയായി മരിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. ആദ്യം ഭീരുത്വമായിരുന്നു. പക്ഷെ ആത്മാവിന്റെ ബലം വന്നപ്പോൾ ശക്തിയോട് യേശുവിനെ അവൻ പ്രസംഗിച്ച് ഒറ്റ പ്രസംഗം തന്നെ 3000 പേർ രക്ഷിക്കപ്പെട്ടു. പിന്നിടത്തതിൽ അവൻ രക്തസാക്ഷി മരണത്തിനു വേണ്ടി പോലും തയ്യാറായി തന്റെ ഇടത്തോട് ആത്മബലത്തോട് ആത്മവിശ്വാസത്തോടു കൂടെ അവൻ നിലനിൽപ്പാനിടയായി. കാരണം ദൈവാത്മാവിന്റെ ശക്തി അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെയാണ്. ചരിത്രത്തിന്റെ ഉടനീളം അനേക ദൈവമക്കൾ വാളർക്കപ്പെട്ടവർ, തീക്കിരയാക്കപ്പെട്ടവർ, കൊല്ലപ്പെട്ടവർ, കഴുത്തറുത്ത് കൊല്ലപ്പെട്ടവർ, കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് തല്ലി ചതച്ച് കൊല്ലപ്പെട്ടവർ, ഇങ്ങനെ വിവിധ നിലകളിൽ രക്തസാക്ഷി മരിച്ച കോടാനുകോടി വിശുദ്ധന്മാർ, വിശ്വാസ ദൈവമക്കളുണ്ട്. അവരെല്ലാവരും നിരസായി നിൽക്കുവാനുള്ള കാരണം ദൈവത്തിന്റെ ആത്മാവിന്മേൽ ശക്തി പകർന്നു കൊടുത്ത് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന വീരന്മാരായിരുന്നു. അതുകൊണ്ട് ഇതിന് തെറ്റി ഒഴിയുവാൻ ഒന്ന് ഉണർന്ന് പ്രാർത്ഥന. ഇത് യേശു പറഞ്ഞതാണ്. രണ്ടാമത്തത് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വാക്യം യേശുക്രിസ്തുവിന്റെ വരവിനോട് പറഞ്ഞ വാക്യമല്ല. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഉള്ള ഉപദ്രവത്തെ സഹിപ്പാൻ നാം തയ്യാറാകണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, ജഡത്തിലെ ആത്മാവിനുമുള്ള സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധി തികച്ചുകൊള്ളണം. മൂന്നാമത്തെ ഒരു വാക്യം കൂടെ യൂദാ എഴുതിയ ലേഖനം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, ഈ യൂദാ ലേഖനത്തിൽ ഒരിക്കലും ഏൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി ധൈര്യമായി പോരാടണം എന്നും പോരാടിയവരിൽ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ട് ബൈബിളിൽ 1-ാമത്തെ പ്രവാചകനായി ഹാനോക്ക് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് അവൻ വിശുദ്ധന്മാരുമായി വരുന്നു എന്ന് പ്രവചിച്ച കാര്യത്തെ എടുത്ത് പറഞ്ഞിട്ട്, യേശുവിന്റെ വരവിനെ കുറിച്ച് പരിഹസിക്കുന്ന പരിഹാസിയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് 20 മുതലുള്ള വാക്യത്തിൽ 1-2 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയാണ്. ഒന്ന്, എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലുള്ള മഹോപദ്രവത്തെ ജയിക്കുവാനും നിലനിൽപ്പാനും ഒരുക്കമുള്ളവരായി മാറണമെങ്കിൽ, ഒന്ന്, ദൈവം നമ്മിൽ ഏൽപ്പിച്ച ഈ വിശ്വാസത്തിനു വേണ്ടി ധൈര്യമായി പോരാടുവാൻ വിശ്വാസത്തെ ആധാരമാക്കി ജീവിക്കണം. ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ ഏത് സാഹചര്യം വന്നാലും ഞാൻ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൽ, മരിക്കുന്നു എങ്കിൽ അതെനിക്ക് ലാഭം എന്ന് പൗലോസ് പറയുന്നത് പോലെ ഏത് വിധേനയും എന്തു തന്നെ വന്നാലും ക്രിസ്തുവിനുള്ള വിശ്വാസം വിട്ട് എന്നെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്നും പൗലോസ് പറയുന്നത് പോലെ, അവൻ എന്നെ കൊന്നുകളഞ്ഞാലും അവന്റെ മേൽ അവനെ തന്നെ ഞാൻ പ്രത്യാശിക്കുമെന്ന് ഈ യോബ് ഭക്തൻ പറയുന്നത് പോലെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ഉറപ്പിക്കണം. 2, നമുക്ക് തന്നെ ആത്മീക വർധനവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആത്മീകമായി ജീവിക്കുന്ന ദൈവമക്കൾ നമുക്ക് തന്നെ ആത്മീക വർധനവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത്തത്, പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. യേശു പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങൾ അത് തെറ്റി ഒഴിയുവാൻ വേണ്ടി സദാ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. 4-മത്തെ കാര്യം, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ
കരുണയ്ക്കായി കാത്തിരിക്കണം. ദൈവം നമുക്ക് നൽകിയ എല്ലാ ആത്മീക അനുഭവങ്ങളും ദൈവത്തിന്റെ കൃപയിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പോൾ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കണം. അഞ്ചാമത്തത്, ദൈവ സ്നേഹത്തിൽ നമ്മെ സൂക്ഷിച്ചു കൊള്ളയാണ്. ദൈവ സ്നേഹത്തിൽ നാം നിലനിൽക്കണം. അതിനെ വിശദീകരിക്കുന്നില്ല. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യണം. യേശുക്രിസ്തുവിൽ സംശയിച്ച് വിശ്വാസത്യാഗം സംഭവിക്കുവാൻ പോകുന്ന അങ്ങനെ ആയിരിക്കുന്ന ജനത്തോട് കരുണ കാണിച്ച് അവരെ വീണ്ടും തീയിൽ നിന്ന് വലിച്ചെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ അവരെ വചനം കൊണ്ട് അവരെ ഉറപ്പിക്കുകയാണ്. അവസാനമായി പറഞ്ഞിരിക്കുന്നത്, ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോട് കരുണ കാണിക്കും. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്ത് അവരുടെ ഉപദ്രവത്തെ ജയിക്കുവാൻ യേശു ക്രിസ്തു പറഞ്ഞ് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. പൗലൂസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത് വരവനോടുള്ള ബന്ധത്തിൽ അല്ല എങ്കിലും നമ്മുടെ വിശുദ്ധി തികച്ച് കാത്തിരിക്കുകയാണ്. 3 യൂദാലേഖന കർത്താവ് അനേക വിഷയങ്ങളെ അവൻ അവിടെ എടുത്തു പറയുന്നു. ഒന്നാമത്തത്, അതിവിശുദ്ധ ഒരിക്കൽ ഏൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി ധൈര്യമായി പോരാടണം. എന്നുവെച്ചാൽ ഉറച്ച വിശ്വാസം നിലനിൽക്കണം. 2 ആത്മീക വർധനം ഉണ്ടാക്കണം. 3 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. 4 കർത്താവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. 5 ദൈവ സ്നേഹത്തിൽ നാം നിലനിൽക്കണം. 6 അനേകർ വിശ്വാസത്തിൽ വഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് യേശുക്രിസ്തുവിന്റെ സത്യങ്ങളെ എടുത്തു പറഞ്ഞ് അവരോട് കരുണ കാണിച്ച് അവരെ ക്രിസ്തുവിലേക്ക് വഴിതെത്തേണം. ഈ ലോകത്തിൽ അല്ലെങ്കിൽ പാപത്താൽ ലോകത്താലും കറപിടിച്ചിരിക്കുന്ന അനുഭവങ്ങളെ വിട്ടുകളഞ്ഞിട്ട് കർത്താവിനായി നാം കാത്തിരിക്കണം. ഇത്രയും കാര്യം ചെയ്യുമെങ്കിൽ മഹോത്തര കാലത്ത് 3 കൂട്ടരിൽ 3-ാമത്തെ കൂട്ടർ കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ എടുക്കപ്പെടുന്നവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്ന ദൈവമക്കൾക്ക് വിശ്വാസം നിലനിൽപ്പാനും വിശ്വാസത്തെ കാപ്പാനും ഉപദ്രവങ്ങളെ ജയിപ്പാനും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ദൈവം അവർക്ക് ബലവും കൃപയും നൽകും. ആ ബലം ഈ അന്ത്യനാളുകളിൽ നാം പ്രാപിച്ച് ഇന്ന് നാം ജീവനോടിരിക്കുന്നു. എന്ത് സംഭവിക്കുന്നു അറിയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു വരവിന് മുൻപ് എതിർ ക്രിസ്തു ഭരണമേൽക്കുവാൻ കാലമായി അതിന്റെ സംവിധാനങ്ങളൊക്കെയും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അവന്റെ ഉപദ്രവങ്ങളെ ജയിപ്പാനുള്ള ആത്മബലം നാം പ്രാപിച്ചു, കർത്താവിനെ സാക്ഷിച്ചു. ദൈവദാസന്മാരായ നമുക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും ശുശ്രൂഷകളെയും നമ്മാലാവോളം നിറപടിയായി നിവർത്തിച്ചുകൊണ്ട് നമുക്കും കർത്താവിന്റെ വരന് വേണ്ടി ഒരുങ്ങുവാൻ ഇടയാകട്ടെ. ഒരുപക്ഷേ എങ്കിൽ ഇന്നിരിക്കുന്ന നാം എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവനെ ജയിക്കുവാൻ, വിശ്വാസം കാക്കുവാൻ യേശു പറഞ്ഞ ഉപദേശവും അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശവും നാം അനുസരിച്ചുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നാളുകൾ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥനയോട് ഇവിടെ ഞാൻ കുത്തൊടുന്നു. അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ദൈവം നമ്മെല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. മാരാനാഥ. May God bless you.